ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിംഗ് ക്ലാസിൻ്റെ ക്ലോൺ മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി # പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. സ്മോൾ ലെറ്ററിൽ എസ്സിൽ തുടങ്ങുന്ന സ്ട്രിങ് ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എസ്സിൽ തുടങ്ങുന്ന സ്ട്രിങ് ഉണ്ട്. എന്തൊക്കെയാണ് ആ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ്, അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എക്സാമ്പിൾസൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു ടൈപ്പ് മെത്തേഡാണ് ഈ ക്ലോൺ എന്നുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലോണ്, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കാം. സി # പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ക്ലോൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ക്ലോൺ എന്ന് പറഞ്ഞ പരിപാടി? സെയിം ഡാറ്റയുടെ ഒരു കോപ്പി, മറ്റൊരു കോപ്പി, അനദർ കോപ്പി റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ക്ലോൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിം കോപ്പി ഉണ്ടാക്കി അത് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ സെയിം കോപ്പിയാണ് ഇവിടെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സിഗ്നേച്ചർ വരുമ്പോൾ പബ്ലിക് ഒബ്ജക്റ്റ് ക്ലോൺ എന്നാണ് വരിക. പാരാമീറ്റേഴ്സോ ഇതിനകത്ത് പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സൊന്നും എടുക്കുന്നില്ല. പിന്നെ റിട്ടേൺ ചെയ്യുന്നത് ഒരു റെഫറൻസാണ്, അതായത് ആ സ്ട്രിങ് ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുക. എങ്ങനെയാണ് ഇനി നമ്മളത് പ്രോഗ്രാം ചെയ്യുമ്പോൾ വരുന്നതെന്ന് നോക്കാം. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, സ്ട്രിങ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. ഇനിയാണ് നമ്മളുടെ ക്ലോൺ പരിപാടി നടക്കുന്നത്. സ്ട്രിങ് s1 = ഹലോ. അപ്പോൾ s1 എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടാക്കി അതിനകത്ത് ഹലോ എന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്ട്രിങ് ആണ് സ്ട്രിങ് s2 = സ്ട്രിങ് s1.clone. അതായത് s1ആയിട്ട് ഈ s2നെ നമ്മൾ ക്ലോൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് രണ്ടും പ്രിൻ്റ് ചെയ്യാണ്. രണ്ടും എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. കൺസോൾ റൈറ്റ് ലൈൻ s1, കൺസോൾ റൈറ്റ് ലൈൻ s2. ഇതിലേക്ക് സിൻറ്റാക്സ് എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നത്? ഹലോ ഹലോ. അതായത് ഹലോ എന്ന് s1 കൊടുത്തു, അത് ക്ലോൺ ചെയ്തപ്പോൾ എഗെയിൻ ഹലോ വന്നു. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തത് കമ്പയർ എന്നുള്ള മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സ്ട്രിങ് കമ്പയർ എന്നുള്ളത്? സി # പ്രോഗ്രാമിങ്ങിനകത്ത് കമ്പയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിനെയും സെക്കൻഡ് സ്ട്രിങ്ങിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ലെക്സിക്കോഗ്രാഫിക്കലിയാണ് കമ്പയർ ചെയ്യുക, അതായത് നിഘണ്ടുപരമായിട്ടാണ് അതിനകത്ത് കമ്പാരിസൺസ് നടത്തുന്നത്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതായത് 0, 1, -1 അങ്ങനെയൊക്കെയാണ് റിട്ടേൺ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വലാണ് എങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് 0 എന്നായിരിക്കും. അതല്ല, ഫസ്റ്റ് സ്ട്രിങ് ലെക്സിക്കോഗ്രാഫിക്കലി സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ഗ്രേറ്റർ ആണ് എങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യും. അതല്ല, ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ലെക്സിക്കോഗ്രാഫിക്കലി സ്മോളർ ആണെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. അങ്ങനെ ഇൻറ്റീജർ വാല്യൂസാണ് ഇവിടെ റിട്ടേൺ ആയിട്ട് പോവുക കേട്ടോ. റൂൾ s1 = s2 റിട്ടേൺ 0. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്? 0 ആണ് റിട്ടേൺ ചെയ്യുക. s1 > s2 റിട്ടേൺ 1. അതായത് s1 s2നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. s1 <s2 ആണെങ്കിൽ -1 ആണ് റിട്ടേൺ ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ പാരാമീറ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ട്രിങ് വിച്ച് ഈസ് ടു ബി കമ്പയർഡ് വിത്ത് സെക്കൻഡ് സ്ട്രിങ്. ഏത് സ്ട്രിങ്ങുമായിട്ടാണോ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ആ ഒരു സ്ട്രിങ്ങാണ് ഫസ്റ്റ് വരിക. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു ഫസ്റ്റ് സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യേണ്ട സ്ട്രിങ്ങാണ് അത്. അതായത് ഫസ്റ്റും സെക്കൻഡും സ്ട്രിങ്സാണ് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, സ്ട്രിങ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ മെയിൻ മെത്തേഡ് കൊടുത്തു. ഇനി നമ്മൾ 4 സ്ട്രിങ് കൊടുക്കുകയാണ്. സ്ട്രിങ് s1 = ഹലോ, സ്ട്രിങ് s2 = ഹലോ, സ്ട്രിങ് s3 = C#, സ്ട്രിങ് s4 = മെലോ. ഓക്കെ, അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമ്മൾ കമ്പയർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത് നോക്കാം.
കൺസോൾ റൈറ്റ് ലൈൻ സ്ട്രിങ് കമ്പയർ S1, S2. ആദ്യം നമ്മൾ S1ഉം S2 ആണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെക്സിക്കോഗ്രാഫിക്കലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിഘണ്ടുവിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, ലെറ്റേഴ്സ് ABCD ആണ് ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ രണ്ടും S1ഉം S2 ആകുമ്പോൾ Hഉം Hഉം ആണ് വരുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കാം. അപ്പോൾ അവിടെ 0 ആണ് ഔട്ട്പുട്ടായിട്ട് വരാൻ സാധ്യത. പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ സ്ട്രിങ് കമ്പയർ S2, S3. S2 എന്ന് പറയുമ്പോൾ ഹലോ, S3 എന്ന് പറയുമ്പോൾ C#. അപ്പോൾ നമ്മളിതിന് ലെക്സിക്കോഗ്രാഫിയിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരിക, H ആണ് സീനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ എന്തായി, അവിടെ 1 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ സ്ട്രിങ് കമ്പയർ S3, S4. S3, S4 ആകുമ്പോൾ C#ഉം മെല്ലോയും ആണ് വരിക. അപ്പോൾ C ആണ് എമ്മിനേക്കാൾ ലെസ്സറായിട്ട് വരിക. അപ്പോൾ അവിടെ -1 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. യെസ്, നമ്മൾ പറഞ്ഞ പോലെ 0, 1, -1 എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കമ്പയർ ഓപ്പറേഷൻ മെത്തേഡ് ചെയ്യുക. ഒരുപാടുണ്ട്, നമുക്ക് വേണമെങ്കിൽ 2 കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം സ്ട്രിങ്ങിന് നമുക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റില്ല, അത്രയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വായിക്കുക എന്നുള്ളതേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് സ്ട്രിങ്ങിനെ കുറിച്ച് തുടങ്ങിയത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. നമുക്കതൊരു കീവേഡായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ സ്ട്രിങ്ങിനകത്ത് പെർഫോം ചെയ്യാം. കൺകാറ്റിനേഷൻ, കമ്പാരിസൺ, സബ്സ്ട്രിങ് ഗെറ്റിംഗ്, സെർച്ച്, ട്രിം, റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സ്മോൾ ലെറ്റർ എസ്സിൽ തുടങ്ങുന്ന സ്ട്രിങ്ങും ക്യാപിറ്റൽ ലെറ്റർ എസ്സിൽ തുടങ്ങുന്ന സ്ട്രിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. സ്മോൾ ലെറ്റർ എസ്സിലാണെങ്കിൽ അതൊരു കീവേഡാണ്, മറ്റേതൊരു ക്ലാസ്സാണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഈക്വലൻ്റ് തന്നെയാണ്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇവിടെ കാണിച്ചു. പിന്നെ നമ്മളൊരു പ്രോഗ്രാം വെച്ച് ചെയ്തു. S1ഉം S2 പറഞ്ഞു കൊടുത്തിട്ട് രണ്ടും പ്രിൻ്റ് ചെയ്തൊക്കെ കാണിച്ചു. പിന്നെ അടുത്തത് നമ്മൾ സ്ട്രിങ്ങിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ക്ലോണ് പറഞ്ഞിരുന്നു, പിന്നെ കമ്പയറും പറഞ്ഞിരുന്നു. അത് രണ്ടുമാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്തത് കേട്ടോ. പിന്നെ പറയുന്നത് കൺകാറ്റിനേഷൻ ഉണ്ട്, കണ്ടെയ്ൻസ് ഉണ്ട്, പിന്നെ എൻഡ് വിത്ത് സ്ട്രിങ് ഉണ്ട്, ഈക്വൽസ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് 2 കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നല്ലാതെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അവിടെയൊന്നും എത്തൂല, അത്രയും സ്ട്രിങ്ങിൻ്റെ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലോണിനകത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയാണ്, അനദർ കോപ്പിയാണ് ഇവിടെ നമ്മൾ ഈ ക്ലോണിനകത്ത് ഉണ്ടാക്കുന്നത്. ഇത് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് ഒന്നും എടുക്കാനില്ല, ജസ്റ്റ് നമ്മൾ ഒരു സ്ട്രിങ് ഉണ്ടാക്കും, ആ സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് ക്ലോൺ ചെയ്ത് കൊടുക്കും. അത്രേ ഇതിനകത്ത് പ്രോസസ്സിംഗ് ആയിട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് നമുക്കിവിടെ ഹലോ വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് കമ്പയർ മെത്തേഡാണ്. കമ്പയർ മെത്തേഡിൻ്റെ കേസ് വരുമ്പോൾ 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ലെക്സിക്കോഗ്രാഫിക്കലിയാണ് കമ്പയർ ചെയ്യുന്നത്. അത് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഈക്വൽ ആണെങ്കിൽ 0, ഫസ്റ്റ് ആണ് ഗ്രേറ്റർ എങ്കിൽ 1, സെക്കൻഡ് ആണ് ഗ്രേറ്റർ എങ്കിൽ -1 എന്നൊക്കെ പറഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞു. നമ്മളതിൻ്റെ എക്സാമ്പിളും ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് മെത്തേഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.